ചേട്ടാ എന്തൊക്കെയുണ്ട് വാർത്തകള്? പഴയ പോലെ നല്ല നല്ല വാർത്തകളൊക്കെ ഉണ്ടോ പേപ്പറിൽ? വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വാർത്തകൾ വളരെയധികം മോശമായിട്ടുള്ളത്. മിക്ക ദിവസവും കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളും വേറെ അധികം ക്രൂരമായിട്ടുള്ള നമുക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ വാർത്തകളായിട്ട് വരുന്നത്. അത് പലതരത്തിലും അങ്ങനെ നടക്കുന്നത്. രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും നടക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും വലിയ ന്യൂജൻ പിള്ളേർ, അതായത് ഇവരെ പുതിയ വിശേഷണം അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, 2K കണ്ണാപ്പികൾ. അപ്പോൾ അവർ 2K കണ്ണാപ്പികളും 2K കാന്താരികളും ഒക്കെ ഉള്ള ഒരു ലോകം, അതൊരു വല്ലാത്തൊരു ലോകമായിട്ടിരിക്കുന്നു. പ്രത്യേകതകൾ എന്താണ് ഇവരുടെ പ്രത്യേകതകൾ എന്താണ് ഇപ്പോൾ പറയുന്നത്? ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിൽ ആരെയും ഭയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അമ്മാവൻ വൈബെന്നോ തന്ത വൈബെന്നൊക്കെ ചിലർ പറയുമായിരിക്കും. പക്ഷെ നമുക്കൊരു സമൂഹത്തിലൊരു സദാചാരമായിട്ടുള്ള ഒരു ചിട്ടയും ക്രമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ലംഘിച്ചിന്ന് ലിവിങ് ടുഗദർ, അങ്ങനെ പല മേഖലകളുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, വിവാഹം കഴിക്കാതെ ബെസ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലെ കൂടാതെ പിന്നെ ഈ ആവേശം, മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട്, ക്രൈം ത്രില്ലർ സിനിമകൾ കണ്ടിട്ട് അതുപോലെ അതിലെ പടത്തിലെ നായകനെ പോലെ വില്ലനെ പോലെയൊക്കെ ആകാൻ ശ്രമിക്കുന്ന ഒരു രീതി. ഈ ഒരു സാഹചര്യത്തിൽ സിനിമകൾക്ക് വലിയൊരു പങ്കാണോ ഈ ക്രൈമുകൾ നടന്നിരിക്കുന്നതെന്ന് പറയാമോ? അതാണോ, അങ്ങനെയാണോ? വലിയ പങ്കെന്ന് വെച്ചാൽ അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനെ വരും. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛനും അമ്മയും മക്കളും എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ സമയമില്ല. അതൊരു വലിയ പോരായ്മ തന്നെ. അറ്റ്ലീസ്റ്റ് ഇവർ വീട്ടിൽ വരുമ്പോൾ അവർ റൂമിൽ കയറിയിട്ട്, നമ്മൾ പണിതക്കണ വീടല്ലേ, അവർക്കൊരു റൂം കൊടുക്കുന്നല്ലേ ഉള്ളൂ. ആ റൂമിൽ കയറിയിട്ട് ഇവരുടെ ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബുക്കൊക്കെ ഒന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്തു. വളരെ ചെറുപ്പം മുതൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ആ അമ്മയൊക്കെ ബുക്ക് എടുത്തൊക്കെ വെറുതെ നോക്കും, അത് അവിടെ ഒരു തെറ്റ് കറക്ഷൻ ചെയ്തു തന്നില്ല, അമ്മ തന്നെ കറക്ഷൻ ചെയ്തു തരുന്നത്, അങ്ങനെയൊക്കെ ഒരു രീതിയാണ്. ബാഗ് രാവിലെ കൊണ്ടുപോയ ബാഗിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ഐറ്റം മറ്റുള്ളവരെ ഉണ്ടോന്ന് നോക്കും. അത് കൂടാതെ പോകാൻ നേരത്തും വേറെ ചില കാര്യങ്ങൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ യൂണിഫോം ഇട്ട് പോകുന്നു, പിന്നെ അവർക്കൊരു സിവിൽ ഡ്രസ്സ് അതിനകത്ത് ബാഗിൽ തിരികിയിട്ടുണ്ടാവും. ഇത് സ്കൂൾ ഡ്രസ്സ് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവർ മാറ്റിയിട്ട് അവർ സിവിൽ ഡ്രസ്സ് തന്നെ ഇട്ട് അവർ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ചിലർ പോകുന്നില്ല, എല്ലാവരും ഞാൻ പറയുന്നില്ല, അടച്ചാക്ഷേപിക്കുന്നത് ശരിയുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അത് ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നവരുണ്ട്, അതും അറിയാം. പക്ഷേ ഒരു ന്യൂനപക്ഷം, അതായത് ഒരു 20% പിള്ളേരും ഈ വഴിതിരിഞ്ഞ രീതിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും.